رب العالمين والصلاة والسلام على سيدنا محمد أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد إرشاد العباد സബക്ക് 56 നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടുവരുന്നത്. റവൽ ബുഖാരിയോ ആണ് സുഹരി കിതാബിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം സുഹരിയെ തൊട്ട് ഇമാം ബുഖാരി നിവേദനം ചെയ്യുകയാണ്. കാല ഇമാം സുഹരി പറഞ്ഞു, ദഖൽതു അല അനസ് ബിൻ മാലിക്കിൻ, അനസ് ബിൻ മാലിക് തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ പ്രവേശിച്ചു. ബിദിമഷ്ക്, ഡമസ്കസിൽ വെച്ച് അനസ് ബിൻ മാലിക്കിൻ്റെ വീട്ടിലേക്ക്, അനസ് ബിൻ മാലിക്കിൻ്റെ അടുക്കലേക്ക് ഞാൻ കടക്കുകയാണ്. വഹുവ യബ്കി, അപ്പോൾ അദ്ദേഹം കരയുന്നുണ്ട്. അദ്ദേഹം കരയുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുമ്പോൾ ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ യുബ്കീക്, താങ്കളെ കരയിച്ച കാര്യം എന്താണ്, എന്തിനാണ് താങ്കൾ കരയുന്നത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലാ അഅരിഫു ശൈഅൻ മിമ്മാ അദ്റക്തു ഇല്ലാ ഹാദിഹി സ്വലാ. ലാ അഅരിഫു ശൈഅൻ, എനിക്ക് ഒരു കാര്യവും അറിഞ്ഞുകൂടാ, മിമ്മാ അദ്റക്തു, ഞാൻ എത്തിച്ചതിൽ നിന്നും, ഇല്ലാ ഹാദിഹി സ്വലാ, ഈ നിസ്കാരമല്ലാതെ, ഞാൻ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ നിന്നും കുറച്ചെങ്കിലും ഞാൻ ഗൗനിക്കുന്ന എടുത്തു പറയത്തക്ക ഒരമല് ഇത് അല്ലാതെ, ഈ ഒരു നിസ്കാരമല്ലാതെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാനൊന്നും ചെയ്യാറില്ല, 5 വക്ത് നിസ്കരിക്കലേ ഉള്ളൂ. പക്ഷെ വഹാദിഹി സ്വലാത്തു, ഇന്നത്തെ ഈ നിസ്കാരമാണെങ്കിലോ ഖദ് ദുയ്യിഅത്, അത് പാഴാക്കപ്പെട്ടു പോവുകയും ചെയ്തു. ഇന്നത്തെ ഈ നിസ്കാരം പാഴാക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാൽ കിർമാനി റളിയല്ലാഹു അൻഹു, ബുഖാരിയുടെ ഷാരിഹായ ബഹുമാനപ്പെട്ടവർ പറയാണ്, വൽ മുറാദു ബി തദ്ഈഹ, പാഴായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? തഅഖീറുഹ അനിൽ വഖ്തിൽ മുസ്തഹബ്, സുന്നത്തായ സമയത്തെ തൊട്ട് പിന്തിപ്പോയി എന്നാണ് അർത്ഥം. ലാ അന്നഹും അഖറുഹ അൻ വഖ്തിഹ ബിൽകുല്ലിയ, അല്ലാതെ എന്തായി, ഖളാ ആയി പോയി, വക്തിനെ തൊട്ട് ബിൽകുല്ലിയ പിന്തിച്ചു പോയി, പൂർണ്ണമായും വക്തിനെ തൊട്ട് പിന്തിച്ച് ഖളായിപ്പോയി എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെയൊന്നും ഒരിക്കലും അവരെ ഭാഗത്ത് നിന്ന് സംഭവിക്കൂല. അവലെ വക്തിൽ നിസ്കരിക്കാൻ പറ്റിയില്ല, കുറച്ച് സമയം ലേറ്റായി പോയി, അതുകൊണ്ടാണ് കരയുന്നത് അനസ് ബിൻ മാലിക് തങ്ങള്. നിസ്കാരം ആദ്യ വക്തിൽ നിസ്കരിക്കാൻ പറ്റിയില്ല, എപ്പോഴും അവല വക്തിൽ നിസ്കരിക്കുന്നവരായിരുന്നു. പക്ഷെ അതിൻ്റെ സുന്നത്തായ സമയം തൊട്ട് ഒരല്പം പിന്തിപ്പോയി, അതിൻ്റെ പേരിലാണ് ഞാൻ കരയുന്നത് എന്ന് അനസ് ബിൻ മാലിക് തങ്ങൾ മറുപടി പറയുകയാണ്. വറുവിയ അൻ അഖീൽ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു, കുന്തു അംഷി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. ഫഇദാ ജമലുൻ യഅദു, അപ്പോഴുണ്ട് ഒരു ഒട്ടകം ചാടി വരുന്നു. ഹത്താ ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തി. ഒട്ടകം ഓടി വരികയാണ്, റസൂലുള്ളാഹിയുടെ അടുക്കലെത്തി നിന്നു. വഖാല, ആ ഒട്ടകം സംസാരിക്കുന്നു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ ദൂതരേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാമാൻ, രക്ഷിക്കണേ രക്ഷിക്കണേ. ഫലം യൽബസ്, ഒട്ടും താമസിച്ചില്ല. ഹത്താ ജാഅ ഖൽഫഹു അഅറാബിയുൻ, അതാ നോക്കുമ്പോഴുണ്ട് ആ ഒട്ടകത്തിന്റെ പിന്നാലെ ഒരു അഅറാബിയോട് വരുന്നു. വമഅഹു സൈഫും മസ്ലൂൽ, അഅറാബിയുടെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുണ്ട്. വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, വാളും എടുത്തുകൊണ്ടാണ് അഅറാബിയോട് വരുന്നത്, ഒട്ടകത്തിനെ അറക്കാൻ വേണ്ടി. ഒട്ടകം ഓടി രക്ഷപ്പെട്ടു വന്ന റസൂലുള്ളാഹിനോട് രക്ഷ അഭ്യർത്ഥിക്കുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചോദിച്ചു അഅറാബിയോട്, മാദാ തുരീദു മിൻ ഹാദൽ മിസ്കീൻ, എന്താണ് ഈ സാധു ഒട്ടകത്തിന് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഖാല, അഅറാബി പറയുകയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതരെ, ഇഷ്തറൈതുഹു ബിസമനിൻ കസീർ, ഞാൻ വലിയ വില കൊടുത്ത് വാങ്ങിയതാണ് ഇതിനെ. വലൈസ ഹുവ യുതിഉനി, എന്നിട്ട് അതെന്നെ അനുസരിക്കുന്നില്ല, എനിക്ക് പണിയെടുത്തു തരുന്നില്ല, ഭാരം ചുമക്കുന്നില്ല. ഫഉരീദു അൻ അദ്ബഹഹു, അതുകൊണ്ട് ഞാൻ അതിനെ അറക്കാൻ ഉദ്ദേശിക്കുകയാണ്. വഅന്തഫിഅ ബിലഹ്മിഹി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇറച്ചി കൊണ്ടെങ്കിലും എനിക്ക് ഉപകാരമെടുക്കാമല്ലോ, ഇറച്ചിയെങ്കിലും തിന്നാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അതിനെ അറക്കാൻ പോവുകയാണ് ഞങ്ങളെ എന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ലിൽ ജമലി, ഒട്ടകത്തിനോട് ചോദിക്കുകയാണ്, ലിമ തഅസ്വീഹി, എന്തുകൊണ്ടാണ് നീ ഇവനെ അനുസരിക്കാത്തത്, എന്തുകൊണ്ടാണ് നീ അദ്ദേഹത്തെ അനുസരിക്കാത്തത്, എതിരെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫഖാല, അപ്പോൾ ഒട്ടകം പ്രതികരിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ലസ്തു അസ്വീഹി, ഞാൻ അദ്ദേഹത്തിന് എതിരെ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട് മാത്രമാണെന്നറിയോ? ലി അന്നീ ലസ്തു അഖ്ദിറു അലൽ അമൽ,
എന്തുകൊണ്ടാണ് ഞാൻ എതിര് പ്രവർത്തിക്കുന്നത്? ലി അന്നി ലസ്തു അഖ്ദിറു അലൽ അമൽ, അമൽ ചെയ്യാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല ഞാൻ എതിര് പ്രവർത്തിക്കുന്നില്ല. ലി അന്നി ലസ്തു അഖ്ദിറു അലൽ അമൽ, അമൽ ചെയ്യാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല ഞാൻ എതിര് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് പണിയെടുക്കാനൊക്കെ കഴിയും. വലാഖിൻ അസീഹി, പക്ഷേ ഞാൻ അദ്ദേഹത്തെ അനുസരിക്കാത്തത് ലി അന്നൽ ഖബീലത്തല്ലത്തി അനഫീഹ, ഞാൻ ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആ കബീലയുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുണ്ടല്ലോ, യനാമൂന അൻ സ്വലാത്തുൽ ഇശാ ഇൽ അഖീറ, ഇഷാ നിസ്കരിക്കാതെ ഉറങ്ങുന്നവരാണ്. സ്വലാത്തുൽ ഇശാ ഇൽ അഖീറ എന്ന് പറഞ്ഞാൽ രണ്ടാം ഇഷാ എന്ന് പറഞ്ഞാൽ മഗ്രിബ് ഇഷാന് ഇഷാ നിസ്കാരം നടത്തും. അപ്പോൾ ഇഷാ നിസ്കരിക്കാതെ ഉറങ്ങുന്നവരാണ്. മഗ്രിബിനും ഇഷായിനും കൂടി ഇഷാ ഇനി എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ, അത് അഖീറായ ഇഷാ. ഫലൗ ആഹദക അൻ യുസല്ലി അൽ ഇശാ അൽ അഖീറ, തങ്ങളോട് അദ്ദേഹം ഉടമ്പടി ചെയ്യുകയാണെങ്കിൽ അൻ യുസല്ലി അൽ ഇശാ അൽ അഖീറ, ഇഷാ നിസ്കരിക്കുമെന്ന് അയാൾ തങ്ങളോട് ഉടമ്പടി ചെയ്യുകയാണെങ്കിൽ അഹത്തുക അല്ലാ അഅസിയഹു മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അയാൾക്ക് ഞാൻ എതിരെ പ്രവർത്തിക്കൂല, ഞാൻ അദ്ദേഹത്തെ അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഞാനും തങ്ങളോട് കരാറ് ചെയ്യുന്നു. തങ്ങളെ അദ്ദേഹം എപ്പോഴും ഇശാ നിസ്കരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ ഞാനും അപ്രകാരം ഒരു കാലത്തും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന് എതിര് പ്രവർത്തിക്കുകയില്ല എന്ന് ഞാൻ ഉടമ്പടി ചെയ്യുന്നു. ഫഇന്നി അഖാഫു അൻ യൻസില അലൈഹിം അദാബു മിനല്ലാഹി അസ്സ വജൽ, ഞാൻ ഭയപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ അദാബെങ്ങാനും ആ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയെങ്കിലോ, ഫഅകുന ഫീഹിം, ഞാനും ആ അദാബിൽ ഉൾപ്പെടില്ലേ. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയാൽ ഇശാ നിസ്കരിക്കാതെ പതിവായി ഇശാ നിസ്കരിക്കാതെ ഉറങ്ങുന്ന ഈ കുടുംബത്തിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ എങ്ങാനും ഇറങ്ങിപ്പോയാൽ ഞാനും അതിൽ ഉൾപ്പെടുമല്ലോ എന്നുള്ള പേടിയാണ് എനിക്കുള്ളത് തങ്ങളെ എന്ന ഒട്ടകം സംസാരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഫഅഖദ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഹ്ദ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമ്പടി സ്വീകരിച്ചു. അൽ അറാബി, ആ അറാബിയോട് എന്തായി റസൂലുള്ളാഹ് കരാർ വാങ്ങി, ഒരിക്കലും അല്ലാ യത്രുക അസ്വല, നിസ്കാരം ഉപേക്ഷിക്കുകയില്ല എന്നുള്ള കരാർ അദ്ദേഹം വാങ്ങി. അദ്ദേഹത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു വാങ്ങി. വസല്ലമ ഇലൈഹിൽ ജമല, എന്നിട്ട് ഒട്ടകത്തെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഫറജ ഇലാ അഹ്ലിഹി, ഒട്ടകത്തെയും കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഒട്ടകം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുകയാണ്. കഷ്ടപ്പെടുന്ന ഒട്ടകത്തിനും രക്ഷ തേടി വരുന്ന മാനിനും അങ്ങനെ ഇതര ജന്തുക്കൾക്കൊക്കെ സംസാരിച്ച് രക്ഷ അവലംബിക്കാനുള്ള ഏക അവലംബമാണ് അല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിച്ചവരാണ്. റസൂലുള്ളാഹി വഴിയാണ് അള്ളാഹുവിൻ്റെ സഹായം ഇവരൊക്കെ തേടിയിട്ടുള്ളത്. ജന്തുക്കൾക്ക് പോലും അറിയാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായം തേടപ്പെടാൻ അർഹരാണ് എന്ന് മനസ്സിലാക്കിയ ഒട്ടകം പോലും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയുടെ അടുക്കലേക്കാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തും കൂടിയാണ്. വഹുകിയ ബഅദു സലഫ്, മുൻഗാമികളിൽപ്പെട്ട ചിലരെ തൊട്ട് ഉദ്ധരിക്കപ്പെടുകയാണ്. അന്നഹു ദഫന ഉഖ്തല്ലഹു മാതത്, ഒരാൾ മുൻഗാമികളിൽപ്പെട്ട ഒരു മാന്യദേഹം, അദ്ദേഹത്തിൻ്റെ സഹോദരി മരണപ്പെട്ടു. ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ സഹോദരി മരണപ്പെട്ടു. ഫസഖത മിൻഹു കീസും ഫീഹി മാലും ഫീ ഖബരിഹ, അങ്ങനെ ഖബർ വയ്ക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സ്, പണസഞ്ചി എന്തായിപ്പോയി, അതിൽ ഖബറിൽ വീണുപോയി. ആ പേഴ്സിൽ എന്തുണ്ട്? പൈസയുണ്ട്. വലം യശ്ഉർ ബിഹി, ആ സമയത്ത് അദ്ദേഹം അത് അറിഞ്ഞില്ല. ഹത്തൻ സ്വറഫ അൻ ഖബരിഹ, ഖബറിൽ നിന്നും പിരിഞ്ഞു പോകുന്നത് വരെ അറിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോഴാണ് വിഷയം തിരിയുന്നത്, പേഴ്സ് ഖബറിൽ വീണുപോയി എന്നുള്ള വിഷയം അറിയുന്നത്. സുമ്മ തക്റഹു, പിന്നെ അതോർത്തു അദ്ദേഹം. ഫറജ ഇലാ ഖബരിഹ, എന്തായി, ആ സഹോദരിയുടെ ഖബറിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. ഫനബഷഹു ബഅദ മൻ സ്വറഫൻ നാസു, ജനങ്ങളൊക്കെ അവിടുന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ ഖബർ മാന്തുകയാണ് പേഴ്സ് തിരിച്ചെടുക്കാൻ വേണ്ടി. ഫവജദൽ ഖബ്റ, അപ്പോൾ അതാ ഖബർ കാണുന്നത് എങ്ങനെയാണ്? യഷ്തഇലു അലൈഹ നാറൻ, ഖബർ തീയാൽ നിറഞ്ഞിരിക്കുന്നു, ആളിക്കത്തുന്ന അഗ്നിയിലാണ് ആ ഖബറുള്ളത്. ഫറദ്ദത്തുറാബയിലേഹ, പേടിച്ചുകൊണ്ട് ഉടനെ തന്നെ എന്തായി, ആ മണ്ണൊക്കെ തിരിച്ചിട്ടു.
മണ്ണ് മാന്തി മണ്ണൊക്കെ ഉടനെ തന്നെ തിരിച്ചിട്ടു. വർജ ഇലാ ഉമ്മിഹി, തൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. ബാക്കിയൻ ഹസീനൻ, ദുഃഖിതനായി കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടുക്കലേക്ക് മടങ്ങി വന്നു. ഫഖാല യാ ഉമ്മാ, ഏ ഉമ്മ, അഖ്ബിർനി അൻ ഉഖ്തി, എൻ്റെ സഹോദരിക്ക് എന്ത് പറ്റി? എൻ്റെ ജ്യേഷ്ഠത്തിയെക്കുറിച്ച് പറഞ്ഞു തരൂ. വമാ കാനത്ത് തഅമൽ, അവൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് അവളുടെ പണി? ഖാലത്ത്, ഉമ്മ ചോദിച്ചു, വമാ സുആലുക അൻഹ, എന്താ മോനെ നീ അങ്ങനെ ചോദിക്കാൻ കാരണം? ഖാല യാ ഉമ്മീ, എൻ്റെ ഉമ്മ, റഅയ്തു ഖബ്റഹാ യസ്തഇലു അലൈഹാ നാറ, ഖബറിൽ മുഴുവൻ തീയായി നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. ഖബർ അഗ്നിയാൽ ആളിക്കത്തുകയാണ്. ഖാല ഫബഖത്, അതെ, ആ ഉമ്മ കരഞ്ഞു. വഖാലത്ത്, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ വലദീ, എൻ്റെ മോനെ, കാനത്ത് ഉഖ്തുക തതഹാവനു ബിസ്സലാ, നിന്റെ സഹോദരി നിസ്കാരം നിസ്സാരമാക്കുന്നവളായിരുന്നു, സമയത്ത് നിസ്കരിക്കുന്നവളല്ല. വതുഅഖിറുഹാ അൻ വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ വക്തിനെ തൊട്ട് പിന്തിക്കുന്നവളായിരുന്നു. നിസ്കാരം കളാക്കുന്നവളാണ്. സുബ്ഹിയുടെ സമയം തെറ്റി നിസ്കരിക്കുന്നവളാണ്. ലുഹറിൻ്റെ സമയം തെറ്റി അസറിലേക്കാക്കുന്നവളാണ്. ഇങ്ങനെ തുടങ്ങി നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കാനുള്ള ഒരു ശ്രദ്ധ സഹോദരിക്ക് ഉണ്ടായിരുന്നില്ല. നിസ്കാരം ഗൗനിക്കാത്തവളായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫഹാദ ഹാലു മൻ യുഅഖിറു സ്വലാത്ത അൻ വഖ്തിഹാ, ഇതാണ് നിസ്കാരം അതിൻ്റെ വക്തിനെ തൊട്ട് പിന്തിക്കുന്നവരുടെ അവസ്ഥ. നിസ്കാരം ഖലാ ആക്കുന്നവരുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഫകൈഫ ഹാലു മൻ ലാ യുസല്ലി, അപ്പോൾ നിസ്കരിക്കാത്തവൻ്റെ അവസ്ഥ, തീരെ നിസ്കരിക്കാത്തവൻ്റെ അവസ്ഥ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും അത്? ഫനസ്അലുല്ലാഹു തആല അൻ യുഈനനാ, അള്ളാഹുവിനോട് ഞങ്ങൾ സഹായം തേടുന്നു. അൽ മുഹാഫളത്തി അലൈഹ, നിസ്കാരം കൃത്യനിഷ്ഠയോടെ നിർവഹിക്കാൻ. ബികമാലാത്തിഹാ ഫി ഔഖാത്തിഹാ, അതിൻ്റെ കൃത്യമായ വക്തിൽ തന്നെ പരിപൂർണതയോടുകൂടി നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നഹു ജവാദുൻ കരീമുൻ റഊഫുർ റഹീം. അള്ളാഹു തീർച്ചയായും അവൻ അങ്ങേയറ്റം ഉദാരമതിയാണ്, ബഹുമാന്യനാണ്, ദയാവാരിധിയാണ്, കരുണാനിധിയാണ്. അള്ളാഹു തആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.